നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വനങ്ങളെയും ചില വന്യജീവികളെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളെക്കുറിച്ചുമാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 29% വനങ്ങളുള്ളത്. ഭൂവിസ്തൃതിയിൽ 29% വനങ്ങളാണ്. അതിൽ 33% വനങ്ങൾ നിലനിൽക്കണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ നടന്നിട്ടില്ല. കേരളത്തിലേത് 29% വനങ്ങൾ. അത് 33% ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വനങ്ങൾ ശോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകെ 11,350 ചതുരശ്ര കിലോമീറ്റർ വനങ്ങളുണ്ട്. അതിൽ 9,107 കിലോമീറ്റർ റിസർവ് വനമാണ്. ആ റിസർവ് വനത്തിന് പോരാത്തത് 903 കിലോമീറ്റർ റിസർവ് വനമാക്കി മാറ്റാൻ പറ്റുന്ന പ്രദേശമാണ് നമുക്കുള്ളത്. 1,837 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ നിക്ഷിപ്ത വനഭൂമിയും അതീവ ദുർബല പ്രദേശവുമാണ്. കേരളത്തിന്റെ വനവിസ്തൃതി 29%. അത് 33 ആക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ വനവിസ്തൃതി കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ വനങ്ങൾ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ജനങ്ങളുടെ കടന്നേറ്റം, പിന്നെ നമ്മുടേതല്ലാത്ത സസ്യജാലങ്ങൾ, അവയൊക്കെ വന്ന് കാട് കീഴടക്കി. അതിനെ കാടെന്ന് പറയാൻ പറ്റില്ല. വയനാട്ടിലൊക്കെ മുത്തങ്ങ കാടുകളിലൊക്കെ മഞ്ഞക്കൊന്ന എന്ന് പറയുന്ന ഒരു വിദേശ സസ്യം വ്യാപകമായി വളർന്നിരിക്കുകയാണ്. അവയെ വെട്ടിമാറ്റാൻ വളരെയേറെ വിഷമമുണ്ട്. അത്രമാത്രം വ്യാപിച്ചു കഴിഞ്ഞു. തുടക്കത്തിലേ ആണെങ്കിൽ അത് തുടക്കത്തിൽ ശ്രദ്ധിച്ചില്ല. തുടക്കത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് കിലോമീറ്ററുകളോളം അത് വ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കർണാടകത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ അവര് വനങ്ങളിൽ നിന്ന് വെട്ടിയെടുത്ത് പൾപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. ശ്രമമല്ല, തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോഴും അതിൻ്റെ തോല് വെട്ടി ഉണക്കാനൊക്കെയുള്ള സന്നാഹത്തിലാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. എത്ര മരത്തിന്റെ തോലാണ് പൊളിക്കുക? നമ്മളിങ്ങനെയാണ്. ലജ്ജ തോന്നും ചില കാര്യങ്ങളിൽ. ഇത് കാടടക്കെ മൊത്തം വെട്ടിയെടുത്ത് മഞ്ഞക്കൊന്ന നിലനിൽക്കുന്ന സ്ഥലത്തെ മഞ്ഞക്കൊന്ന മൊത്തം വെട്ടിയെടുത്ത് അത് പേപ്പർ പൾപ്പ് ആയിട്ട് ഉപയോഗിക്കുകയും വനത്തിൽ വേണ്ട സസ്യങ്ങൾ നമ്മൾ വെച്ചുപിടിപ്പിക്കുകയും വേണം. എങ്കിലും ഒരു സ്വാഭാവിക വനത്തിന്റെ സ്വഭാവമൊന്നും നമുക്ക് കൃത്രിമ വനത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. എങ്കിലും പച്ചപ്പ് വളർത്താൻ കഴിയും. അങ്ങനെയെങ്കിലും വനങ്ങൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ആ വനമേഖലയാക്കി മാറ്റാൻ പറ്റും. ഇതൊക്കെ ആരോട് പറയാൻ? ഇന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നത് മിന്നാമിനുങ്ങുകളെ കുറിച്ചാണ്. പലരും അത് അത്ഭുതമായിരുന്നു. മിന്നാമിനുങ്ങുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയപ്പോൾ അത് അത്ഭുതത്തോടു കൂടി എന്നോട് പറയുകയുണ്ടായി. കാരണം നമ്മുടെ അടുത്തൊക്കെ വന്ന് മിന്നിപ്പോകുന്ന മിന്നാമിനുങ്ങുകളുടെ വംശം നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നിലനിൽക്കണം നമ്മുടെ ഭൂമിയിലെന്ന ആവശ്യം പറഞ്ഞപ്പോൾ അത് പലർക്കും ഒരു പുതുമയായി തോന്നി. നമ്മുടെ പാഠപുസ്തകങ്ങളിലൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചതിന് ഉപരിയായിട്ട് നമുക്ക് കിട്ടുന്ന അറിവുകൾ തുലവും കുറവാണ്. പ്രത്യേകിച്ച് വനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചും. ഇന്ന് നമ്മുടെ ഒപ്പം നമ്മൾ ഉഭയജീവി എന്നൊക്കെ പഠിച്ച തവളയെക്കുറിച്ചാണ് പറയുന്നത്. ഉഭയജീവി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ കരയിൽ ജീവിക്കുന്നത് മാത്രമായിട്ടുള്ളതും കരയുടെ മുകളിൽ മരത്തിന്റെ തലപ്പത്ത് ടോപ്പിൽ ജീവിക്കുന്ന തവളകളും കുറ്റിക്കാടുകളിൽ വളരുന്ന തവളകളും ഭൂമിയുടെ അഗാധ തലത്തിൽ ജീവിക്കുന്ന തവളകളെയും വെള്ളത്തിലും കരയിലും മാത്രം ജീവിക്കുന്ന തവളകളുമുണ്ടെന്ന് നമ്മളെ അന്ന് പഠിപ്പിച്ചില്ല. നമ്മളെ തവള ഉഭയജീവിയാണ്, കരയിലും വെള്ളത്തിലും താമസിക്കുന്ന ഉഭയജീവിയാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ അടുക്കളയിൽ ഇടയ്ക്ക് തവള വരാറുണ്ട്, ബാത്റൂമിൽ ഇടയ്ക്ക് തവള വരാറുണ്ട്. എത്രയൊക്കെ നമ്മൾ സുരക്ഷിതമാണെങ്കിലും ഈ തവള എങ്ങനെ വന്നു? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ, എങ്ങനെ ഈ തവള അടുക്കളയിലെത്തി, എങ്ങനെ നമ്മുടെ കുളിമുറിയിലെത്തി? ചിലപ്പോൾ ചാക്കൊക്കെ അട്ടിക്കിട്ടതിൻ്റെ അടിയിലായിരിക്കും ചിലപ്പോൾ ചില തവളകൾ ഉണ്ടാവുക. ചില തവളകൾ നമ്മൾ വീട്ടിൽ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ട് അതിൽ താമരയോ
പിന്നെ വാട്ടർ ലില്ലിയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തുള്ളിക്കളിക്കുന്ന ചെറിയ തവളകളെ കാണാം. ഇടയ്ക്ക് നമ്മുടെ ചെടികളിൽ പാറി വന്നിരിക്കുന്ന പച്ചത്തവളകളെ കാണാം. മണ്ണ് കിളച്ചുകൊണ്ടിരിക്കുന്നവർ കാണാം, മണ്ണിൻ്റെ അടിയിൽ നിന്ന് തവളകളെ കാണാൻ പറ്റും. അതുപോലെ തവളകളെ പറ്റി പറയുമ്പോൾ എനിക്കൊക്കെ എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മയാണ്. പുതുമഴ പെയ്തു കഴിഞ്ഞാൽ വയലിലേക്ക് ഇറങ്ങുമ്പോൾ തവളകളുടെ ശബ്ദം കൂട്ടക്കരച്ചിൽ ഇങ്ങനെ കേൾക്കാം. അതിലൊരു താളമുണ്ടായിരുന്നു. ഒരു വളരെ താളത്തിൽ ലയിച്ചു പോകും നമ്മൾ. അങ്ങനെയുള്ള ഒരു തവളയുടെ ശബ്ദങ്ങൾ ഇന്ന് വയലുകളിൽ കേൾക്കാനില്ല. കാരണം മനുഷ്യൻ തന്നെയാണ്. നെൽകൃഷിയുള്ളപ്പോഴാണ് ഈ തവളകളെല്ലാം വയലിലുണ്ടായിരുന്നത്. പിന്നെ നെൽകൃഷിക്ക് രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി കീടനാശിനിയുടെ വർധനവോടുകൂടി തവളകൾ നഷ്ടപ്പെട്ടു. ഇടയ്ക്ക് തവള പിടുത്തക്കാരും ഉണ്ടായിരുന്നു. പിന്നെ അത് വയലിൽ വാഴ വയ്ക്കാൻ തുടങ്ങി. ടിമിറ്റ്, ഫുരുഡാൻ പോലെയുള്ള വിഷപദാർത്ഥങ്ങൾ വാഴയ്ക്ക് കൊടുക്കുന്നതോടുകൂടി മണ്ണിൽ നിന്ന് തവളകളും മണ്ണിരകളും മറ്റ് ജീവജാലങ്ങളും ഞണ്ടുമെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വയലുകളിലൊക്കെ ഞണ്ടുകൾ ഉണ്ടായിരുന്നു. അത് ആദിവാസി വർഗത്തിൽപ്പെട്ട പണീർ എന്ന് പറയുന്ന അവരുടെ മക്കളും അവരുമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങും. വയലിലെ വരമ്പിൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു തരം പുല്ലുണ്ട്, മാനിപ്പുല്ല് എന്നാ പറയുക ഞങ്ങൾ അവിടെ. ആ ചൂല് കെട്ടാനൊക്കെ ഉപയോഗിക്കും. ആ മാനിപ്പുല്ലെടുത്ത് അതിൻ്റെ തെറ്റത്തൊരു ചെറിയ പ്രാണിയെ വയലിൽ നിന്ന് തന്നെ പിടിച്ച് കെട്ടിയിട്ട് ഈ ഞണ്ടിൻ്റെ മാളത്തിലേക്ക് ഇങ്ങനെ വലിക്കും. അപ്പോൾ ഞണ്ട് അതിൽ കൊടുക്കും. വലിയ ഞണ്ടുകൾ അവർ പിടിച്ചു കഴിഞ്ഞ് അവയുടെ രണ്ട് ഇങ്ങനെയുള്ള കൈകളുടെ വിരലുകളുണ്ട്, വിരലുകൾ എന്ന് പറയാം, നഖങ്ങൾ. ആ നഖങ്ങൾ രണ്ട് പൊട്ടിച്ചിട്ട് അവരുടെ വസ്ത്രത്തിൽ തന്നെ ഒരു സഞ്ചി പോലെയുള്ള ഒരു സംഗതി അതിലേക്ക് അങ്ങോട്ട് ഇടും. അവർക്കൊരു പേടിയും ഇല്ലായിരുന്നു അവയെ പിടിക്കാൻ. നമ്മളൊക്കെ മത്സ്യക്കാരൻ്റെ അടുത്ത് പോയിട്ടാണ് ഞണ്ടുകളെ വാങ്ങുന്നത്. കടൽ ഞണ്ടുകളാണ് നമുക്ക് അധികം കിട്ടുന്നത്, വലിയ ഞണ്ടുകൾ. ഇത് അത്ര വലുപ്പമില്ലെങ്കിലും വയൽ ഞണ്ടുകൾക്ക് വളരെയേറെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ വയലുകളിലെ തോടുകളിൽ കൂടി നെറ്റിപ്പൊട്ടൻ എന്ന് പറയുന്ന നെറ്റിയിൽ അല്ലെങ്കിൽ തലയിൽ വെള്ള പുള്ളിയുള്ള മത്സ്യമൊക്കെ ധാരാളം കണ്ടിരുന്നു. ഇന്ന് അവയെ കാണാനേ ഇല്ല. വംശനാശം സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തവളയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വീടിന് ചുറ്റുപാടും ധാരാളം സസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തവളയൊക്കെ നിലനിൽക്കും. തവളകൾ വളരെ സെൻസിറ്റീവാണ്. അവ ശബ്ദമുണ്ടാക്കുകയും അവളുടെ ചർമ്മത്തിലൂടെ അവ പരിസരം വീക്ഷിക്കുകയും പരിസര സംരക്ഷണത്തിനൊക്കെ തവളകൾ ചെയ്യുന്ന പ്രാധാന്യത്തെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. വളരെ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ഈ തവളകൾ ശരിക്കും ബയോമീറ്റേഴ്സാണ്, പ്രകൃതിയുടെ ബയോമീറ്റേഴ്സാണ്. ഈ തവളകൾ എവിടെയാണ് വസിക്കുക? ചതുപ്പ് നിലങ്ങളിലും വെള്ളമുള്ള സ്ഥലങ്ങളിലുമാണ് കൂടുതൽ തവളയെ കാണുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ തവളകൾ എവിടെ പോയി? തവളകളെ നമ്മൾ കാണാനില്ല. തവളകൾ ഇപ്പോൾ എന്ത് ചെയ്തു? തവളകൾ അന്തരീക്ഷ മലിനീകരണവും അന്തരീക്ഷത്തിലെ താപവും, ഈ ആഗോളതാപനം എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾക്കൊരു പുതിയ വാക്കുണ്ടാക്കി നമ്മൾ അതിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കും. ആഗോളതാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും നമ്മൾ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളുടെയും നമ്മളുണ്ടാക്കുന്ന റോഡുകളുടെയും നമ്മളുണ്ടാക്കുന്ന മതിലുകളും വീട്ടിലുള്ള റെഫ്രിജറേറ്ററും ടിവിയും ഫ്രിഡ്ജും ഇതെല്ലാം ആഗോളതാപനത്തിന് ഇടയാക്കുന്നുണ്ട്. അതുപോലെ വാഹനങ്ങളും കെട്ടിടങ്ങളിൽ ആഗോളതാപനത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഇട്ട് മറയ്ക്കുന്ന കെട്ടിടങ്ങൾ. അത് ടൗണിലെ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലാസ് ഇട്ട ബിൽഡിങ്ങിൻ്റെ 1/2 കിലോമീറ്ററോളം ആ താപം നിലനിൽക്കുമെന്നാണ് പറയുന്നത്. കാരണം തൊട്ടപ്പുറത്ത് മറയ്ക്കാനൊരു ബിൽഡിംഗ് ഇല്ലെങ്കിൽ അത് 1/2 കിലോമീറ്ററോളം അതിൻ്റെ താപശേഷി ഉണ്ടാകും. അപ്പോൾ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, ചെടികൾക്കും പുല്ലുകൾക്കും, ആ പുല്ലിലുള്ള ജീവജാലങ്ങൾക്കും, കുളങ്ങളാണോ കിണറുകളാണ് എല്ലാത്തിനെയും ആ താപം ശേഷി കൊണ്ട് ദോഷങ്ങളുണ്ടാകും. അപ്പോൾ ഈ ആഗോളതാപനം കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലുള്ള തവളകൾ പിന്നെ ചൂട് വരുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഊർന്നു പോകാം. അതേസമയത്ത് കരയിലുള്ള തവളകൾ എന്താ ചെയ്തതെന്നറിയോ? തവളകൾ മേലോട്ട് കയറി 1 കിലോമീറ്ററോളം മേലോട്ട് കയറുകയാണ് ചെയ്തത്. അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവ പുതിയൊരു ആവാസ വ്യവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തണുപ്പുള്ള സ്ഥലത്തേക്ക്, കുന്നിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ തവളകൾ നമ്മുടെ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്യുന്നത്. ഈ തവളകൾ മലകളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, മരങ്ങളുടെ മുകളിൽ വസിക്കുന്ന കുറേ തവളകളുണ്ട്. അവയൊക്കെ മരത്തിന്റെ മുകളിൽ മാത്രമല്ല, അവയ്ക്കും ചൂട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവ മലകളിലെ മറ്റു മരങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടോപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തവളകൾക്ക്. 45% തവളകൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 45%. അതിൽ ഭൂഗർഭ തവളകളുണ്ട്, വെള്ളത്തിലും കരയിലും വസിക്കുന്ന ഉഭയജീവികളായ തവളകളുണ്ട്, പുൽച്ചാടിൻ്റെ ഒപ്പം ജീവിക്കുന്ന ചെറിയ തവളകളുണ്ട്, അതേപോലെ ചെമ്പരത്തിച്ചെടികളുടെയൊക്കെ വലുപ്പത്തിലുള്ളത് പാറി നടന്നു പോകുന്ന തവളകളുണ്ട്, മരത്തിൽ പത്തിപ്പിടിച്ച് ജീവിക്കുന്ന തവളകളുണ്ട്, മരത്തിന്റെ ടോപ്പിൽ ഏറ്റവും മുകളിൽ താമസിക്കുന്നതുണ്ട്, ചതുപ്പിൽ താമസിക്കുന്നതുണ്ട്. നമ്മുടെ കുളിമുറിയിലൊക്കെ വരുന്ന പോലത്തെ തവളകൾ, കറുത്ത ഭംഗിയില്ലാത്ത തവളകളുണ്ട്. അതൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലത്ത്. അപ്പൊ തണുപ്പുള്ള സ്ഥലത്തേക്ക് അത് ചാടി ഓടി വരികയാണ്. എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. വാതിൽ തുറന്നിട്ടാലോ എവിടെ നിന്നോ കൂടിയോ വരും. പാറി വരുന്ന തവളകളാണെങ്കിൽ ജനലിൽ കൂടിയോ വെന്റിലേറ്ററിന്റെ ഉള്ളിൽ കൂടിയൊക്കെ പാറി വരും. ഇത് കേൾക്കുന്നവരാരും വെന്റിലേറ്റർ തുറക്കാതിരിക്കരുതേ. ശുദ്ധവായു വീട്ടിൽ വേണം. ചില ജീവികളൊക്കെ വീട്ടിൽ ഉണ്ടായിക്കോട്ടെ. നമ്മുടെ ടെമ്പറേച്ചറിൽ വളരാൻ കഴിയാതെ ആനമുടി തവളകൾ, പേരുകേട്ട തവളകളാണ്. ആ തവളകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്യുന്നത്. അതുപോലെ കനോപ്പിയിലേക്ക്, മരത്തിന്റെ മുകളിലേക്ക് അവ പലായനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ താഴെ നിൽക്കുന്ന തവളകളൊക്കെ നഷ്ടപ്പെടുകയാണ് നമുക്ക് ചെയ്യുന്നത്. പ്രകൃതിയിലെ നമ്മൾ പറയുന്നത് പ്രകൃതി സംരക്ഷണം, ടൈഗർ റിസർവ്, എലിഫന്റ് റിസർവ് എന്നൊക്കെ പറയും. ഈ എലിഫന്റ് റിസർവിലും ടൈഗർ റിസർവിൽ നിന്നും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം. ഇനി അഥവാ കൂടിപ്പോയാൽ പക്ഷികളിലെത്തി സംരക്ഷണം. അവിടുന്ന് അങ്ങോട്ട് താഴോട്ടുള്ളതിനൊന്നും സംരക്ഷണം ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. ലോകത്ത് കുറേ ഫണ്ടുകളുണ്ട്. പല സർക്കാർ ഇതര സംഘടനകളും സർക്കാർ സംഘടനകളും വിദേശ സംഘടനകളും എല്ലാം ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഫണ്ടുകൾ പല സംഘടനകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ എഴുതി വാങ്ങിക്കുന്നുണ്ട്. ആ ഫണ്ടുകളൊക്കെ ഉപയോഗിക്കുന്ന ടൈഗർ റിസർവ് അല്ലെങ്കിൽ എലിഫന്റ് റിസർവിലാണ്. എവിടെയെങ്കിലും ഒരു ബട്ടർഫ്ലൈ റിസർവിനോ അല്ലെങ്കിൽ ഒരു ഫോഗിന്റെ തവളയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ ഒരു ഫണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ നമുക്ക് ഈ താഴെ കടയിൽ ജീവിക്കുന്ന ജീവിജാലങ്ങളൊന്നും വേണ്ടേ നമുക്ക്? നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ചെറിയ തവളകളും പല്ലികളും ഓന്തുകളും ഒന്നും ഈ സംരക്ഷണത്തിൽ വരുന്നില്ലേ? ഇവയെ എപ്പോഴാണ് നമ്മൾ സംരക്ഷിക്കുക? ഇനി ഈ ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ് ഇവ. നമ്മൾ പുൽച്ചാടിയെയാണ് പറയുക. പുൽച്ചാടി മാത്രമല്ല, ഈ തവളകള്, ഈ ചെറിയ പ്രാണികൾ, ചെറിയ ജീവജാലങ്ങൾ. നമ്മുടെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മുറ്റം ഹൈജീനിക് ആക്കി മാറ്റുക നമ്മൾ ചെയ്യുന്നത്. ഇന്റർലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മൈസൂർ സ്റ്റോൺ കൊണ്ടുവന്നിട്ട് ഒരു തരി വെള്ളം ഇറങ്ങാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ എത്രയോ ഉള്ള ജീവജാലങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്റർലോക്ക് ചെയ്യുന്നതോടുകൂടി മരങ്ങൾ ഇല്ലാതായി തീരുകയാണ്. തൊട്ടടുത്ത പറമ്പിലെ മരങ്ങൾ വരെ ഉണങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ തവളകളിലേക്ക് തന്നെ വരാം. 45% തവളകൾ ഇന്ന് വാനിഷിങ്, ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ബാക്കിയുള്ളതിൽ ഒരു 20% മരത്തവളകളാണ് കൂടുതലുള്ളത്. ബാക്കി നിലത്തോ വെള്ളത്തിലോ ഉള്ള തവളകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ തവളകളെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മാറ്റം വരുത്തണം. ജീവജാലങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ജീവജാലത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു സസ്യജാലത്തിന്റെ പേരിലോ ഒരു സാങ്ച്വറി നിലനിൽക്കുകയല്ല വേണ്ടത്. ഒരു സാങ്ച്വറിയെ നിലനിർത്തുന്നതിനൊപ്പം നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ ചതുപ്പുകളും നിലങ്ങളും കാടുകളും കുറ്റിച്ചെടികളും എല്ലാം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തവളകളിൽ 60% വെസ്റ്റേൺ ഗഡ്സിലാണുള്ളത്. വെസ്റ്റേൺ ഗഡ്സിന്റെ ഒരു ഭാഗം കേരളത്തിലൂടെയാണല്ലോ പോകുന്നത്. കേരളത്തിലുള്ള പോലെയുള്ള ജൈവവൈവിധ്യമുള്ള ഒരു പ്രദേശം ലോകത്തെവിടെയുമില്ല. നമ്മൾ വിചാരിക്കും കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കടുവ ടൈഗർ റിസർവ് ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയിൽ പ്രധാനം തന്നെയാണ് ഈ കടുവകൾ. എന്നിരുന്നാലും നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ തന്നെ കടുവകളെ സംരക്ഷിക്കണമെന്നൊന്നുമില്ല. നമ്മളെ കടുവകൾ അവിടെ മാത്രമൊന്നല്ല ഉള്ളത്. മധ്യപ്രദേശിലില്ലേ കടുവകൾ? മറ്റ് സംസ്ഥാനങ്ങളിലെ പലയിടങ്ങളിലും കടുവകളുണ്ട്. അവിടെയൊന്നും ബയോഡൈവേഴ്സിറ്റി ഒന്നും നിലനിൽക്കുന്ന സ്ഥലങ്ങളൊന്നല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കണ്ടേ? അവിടെ ശുഷ്കവനങ്ങളാണ് ഉള്ളത്.
അവിടെയാണ് കടുവകൾ താമസിക്കുന്നത്. കടുവകളെ താമസിക്കാൻ ഈ കേരളത്തിലെ വനപ്രദേശവും മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ തന്നെ കടുവ പ്രദേശമാക്കി മാറ്റുകയൊന്നും വേണ്ട. ഇപ്പൊ കുറ്റ്യാടി പോലെയുള്ള പേരാമ്പ്ര ഭാഗങ്ങളിൽ പോലെ അവിടെയൊക്കെ കടുവ സങ്കേതങ്ങളിലേക്ക് സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ജനവാസ മേഖലയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലും ഒന്നുമല്ല കടുവ സങ്കേതങ്ങൾ വേണ്ടത്. കടുവകളല്ലാത്ത സംസ്ഥാനങ്ങളിലുണ്ട്. വനങ്ങൾ വളരെ ശുഷ്കമായ സ്ഥലത്ത് കടുവകൾ താമസിക്കുന്നുണ്ട്. അവ പെറ്റുപെരുകുന്നുമുണ്ട്. അപ്പൊ അവിടെ എങ്ങനെ കടുവകൾ വന്നു? കടുവ ഉണ്ടെങ്കിൽ അവിടെ ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കേണ്ടതല്ലേ? അവിടെ മറ്റ് സസ്യങ്ങളും മറ്റ് ജീവജാലങ്ങളും കുറവാണ്. അപ്പോൾ കടുവ ഇന്ന സ്ഥലത്ത് നിൽക്കണമെന്നൊന്നുമില്ല. അതൊരു തെറ്റായ ധാരണയാണ്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ തന്നെ കടുവയെ സംരക്ഷിക്കണമെന്ന് പറയുന്നതിലൊന്നും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ എലിഫന്റ് സംരക്ഷണം എന്ന് പറയുന്നതും കാടുകൾ നിലനിന്നെങ്കിൽ മാത്രമേ എലിഫന്റിനെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അവയ്ക്ക് കാട്ടിൽ ജീവിക്കേണ്ട ജീവികളാണ്. അവർക്ക് വേണ്ട ഭക്ഷണം അവിടെ കിട്ടുന്നില്ല. മുളയൊക്കെ നഷ്ടപ്പെട്ടു പോയി. മുളങ്കാടുകൾ കട്ട കെട്ടിപ്പോയി. ഇനി പുതിയ മുളങ്കൂട്ടം ഉണ്ടാകണമെങ്കിൽ വർഷങ്ങൾ കഴിയണം. അപ്പോൾ കാട്ടിൽ നിന്നിറങ്ങി ആന പുറത്തു വരും. അപ്പൊ നമ്മളൊരു സ്ഥായിയായ ഒരു വനസംരക്ഷണ നിയമം നമ്മൾ 1972 കൊണ്ടുവന്ന വന നിയമങ്ങളിലൊക്കെ വേട്ടയാടപ്പെടരുത് മൃഗങ്ങൾ എന്ന് വിചാരിച്ചിരുന്നു. അത് വളരെ ഗുണം ചെയ്തു. പക്ഷെ ഇപ്പോ വന്യജീവികൾ കൂടുതലായി. ഏതൊരു രാജ്യത്തും അവയുടെ വന്യജീവികളുടെ വംശവർദ്ധനവ് വരുമ്പോൾ അവയെ നിയന്ത്രിക്കാനുള്ള ഘടകങ്ങൾ കൂടി അവർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളത് കണ്ടെത്താത്തത് കൊണ്ടാണ് കാട്ടുപന്നിയും ടൈഗറും എല്ലാം കൂടുതലായി വരുന്നത്. കുറുക്കനെല്ലാം കൂടുതലായി. മയിലുകൾ ഇന്നലെ കണ്ടു. KSRTC ബസ്സിൽ മയിൽ വന്നിടിച്ചിട്ട് ഗ്ലാസ് എല്ലാം പൊട്ടി തകർന്ന് ഡ്രൈവർക്ക് പരിക്ക് പറ്റി. ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ദിവസവും കാണാത്തതാ 12ഓളം മയിലുകൾ മതിലിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത് കണ്ടത്. വരൾച്ചയുടെ ഒരു പ്രധാന സൂചകമാണ് ഈ മയിലുകൾ വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഏതോ ഒരു സ്ഥലത്താണ് ഈ ബസ്സിൽ മയിൽ വന്ന് ഇടിച്ചതെന്ന് പറയുന്നു. ഇനി ബൈക്കിൽ പോകുന്നവരെയും വന്ന് ഇടിക്കും. സൂക്ഷിച്ചു പോവുക, ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. തവളകളുടെ കുറവ് ഇതൊരു ലോങ് ടൈമിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊരു വലിയ പ്രശ്നം മൊത്തത്തിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മനുഷ്യരെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി ഭാഗത്തൊക്കെ തവളകളെ കുറിച്ച് പഠനം നടത്തിയിരുന്നു. അവിടെയുള്ള നേരത്തെയുള്ള തവളകളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും കാട്ടിൽ മാത്രമേ തവളകളുള്ളൂ. തവളകൾ അല്ലാത്ത സ്ഥലങ്ങളിലുമുണ്ട്. വയനാട്ടിലെ പ്ലാന്റേഷൻ മേഖലകളിൽ ഇഷ്ടംപോലെ തവളകളുണ്ട്. തവളകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പുതിയ ഇനം തവളയെ കണ്ടെത്തിയത് റോഡിന്റെ മുകളിലെ കുഴിയിലാണ്. റോഡിന്റെ മുകളിലെ വെള്ളക്കെട്ടിലാണ് ഒരു പ്രത്യേകതരം തവളകളെ കണ്ടെത്തിയത്. അതിനെ കണ്ടെത്തിയത് എന്താ വെച്ചാൽ അതിന്റെ തൊട്ടടുത്ത് എവിടെയോ അവ താമസമുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ എത്തിയത്. അപ്പൊ തവളകൾ ഇന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, വനത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയണ്ട. പ്ലാന്റേഷൻ മേഖലയിലുണ്ട്. ചായ എസ്റ്റേറ്റിലും കാപ്പി എസ്റ്റേറ്റിലും എല്ലാം തവളകളുണ്ട്. ഇഷ്ടംപോലെ തവളകളുണ്ട്. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ തവളകൾ. ഇടയ്ക്കൊക്കെ പല വർണ്ണങ്ങളിലുള്ള തവളകളെ കണ്ടിട്ടുണ്ട്. നമ്മളൊന്നും അവയെ പഠിക്കാനോ പരീക്ഷിക്കാനോ ഒന്നും നമ്മൾ മെനക്കെട്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ട സംവിധാനം ഒരുക്കിയിട്ടില്ല. അപ്പോൾ തവളകൾ ഇപ്പോൾ നിലനിൽക്കുന്ന തവളകളിൽ 40% തവളകളിലും 20% വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തവളകളാണ്. ബാക്കി 20% ആ ഒരു 10-15% അവ മുകളിലേക്ക് പോയിരിക്കുക. ഹിൽ ടോപ്പിലേക്കും ഒക്കെ കുടിയേറിപ്പോയിരിക്കുക. കാരണം താഴെ താപം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അവയ്ക്ക്. അതുപോലെ ഭൂമിയുടെ ഒരു കാലഘട്ടത്തിൽ, ഭൂമി പിളർന്ന് മാറിപ്പോയ ഒരു കാലഘട്ടത്തിൽ, ഇന്ത്യയൊക്കെ വേറെയായി, ആഫ്രിക്കയൊക്കെ വൻകരകളൊക്കെ മാറി ഒക്കെ വന്ന് ന്യൂസിലൻഡൊക്കെ മാറിയ ഒരു കാലഘട്ടത്തിൽ ഈ ജീവജാലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവയൊക്കെ ഛിന്നഭിന്നമായി പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ഏറ്റവും തണുപ്പ് കൂടിയ, നമ്മൾ തണുപ്പുള്ള സ്ഥലത്താണ് തവളകൾ ഉണ്ടാവുകയെങ്കിൽ പറയുമെങ്കിലും തവളയെ കാണാത്ത ഒരൊറ്റ സ്ഥലം അന്റാർട്ടിക്കയിൽ മാത്രമേ ഉള്ളൂ. അവിടെ തണുപ്പ് കെട്ട ആയി പോകുന്ന തണുപ്പാണ്, ഐസ് കട്ടയായി പോകുന്ന പോലെയാണ്. അപ്പൊ പിന്നെ തവളകൾക്ക് ജീവിക്കാൻ പറ്റില്ല. അവിടെ മാത്രമേ തവളകൾ ഇല്ലാതുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും തവളകളുണ്ട്. തവളകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നട്ടലുള്ള ഒരു ജീവി. കടലിൽ നിന്ന് കരയിലേക്ക് പലായനം ചെയ്തത് തവളകൾ മാത്രമാണ് ആദ്യമായിട്ട്. അതാണ് തവളകളെ കുറിച്ച് പറയാനുള്ളത്. ഒരു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ
ഒരു കാട് ഫോറസ്റ്റ് കൺസർവേഷൻ മാത്രമല്ല, ഒരു എക്കോസിസ്റ്റത്തിന്റെ കൺസർവേഷനാണ്. അത് കാട്ടിലാവണമെന്നില്ല, അത് നമ്മുടെ നാട്ടിലൊക്കെ ആവാം കൺസർവേഷൻ. നമ്മുടെ തോടരുകളിലുള്ള കൈതക്കൂട്ടങ്ങളെല്ലാം ഒരു കൺസർവേഷന്റെ ഭാഗമാണ്. ഇപ്പൊ അവയൊക്കെ എടുത്തു മാറ്റി കരിങ്കല്ല് കൊണ്ട് കെട്ടി മാറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. വരൾച്ച എത്രമാത്രം ഉണ്ടാകുമെന്ന് ഇനി പറയേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യമാണല്ലോ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. ആ ചൂടിൽ പശുക്കളുടെയൊക്കെ നമ്മുടെ പിന്നെ വളർത്തുമൃഗങ്ങളുടെയൊക്കെ തോലൊക്കെ കരിഞ്ഞു പോയ ഒരു സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. അതെന്തോ ആഗോളതാപനമാണ്. ഈ ആഗോളതാപനത്തിൽ സഹിക്കാൻ വയ്യാതെയാണ് പശുക്കളുടെയും കന്നുകാലികളുടെയും ഒക്കെ തോല് പൊള്ളിയത്. കൂട്ടത്തിൽ പറയട്ടെ, മനുഷ്യരും പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പൊ വന്യജീവികളെ അല്ല, വളർത്തുമൃഗങ്ങളെ ബാധിച്ചത് ഈ കഴിഞ്ഞ വർഷം മാത്രമാണ്. ഇന്തോനേഷ്യയിൽ പ്രസവിക്കുന്ന തവളകളെ വരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലൊക്കെ തവളകൾ ഇഷ്ടം പോലെയുണ്ട്. അമേരിക്കയിലൊക്കെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. തവളകളുള്ള സ്ഥലങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വരുന്നുണ്ട്. നമ്മളിപ്പോഴും തവള സംരക്ഷണം, അതുപോലെ എന്താ പറയുക, പിന്നെ മിന്നാമിനുങ്ങളുടെ സംരക്ഷണവും പൂമ്പാറ്റകളുടെ സംരക്ഷണമൊന്നും ഏറ്റെടുത്തിട്ടില്ല. അവയ്ക്കൊന്നും ഫണ്ടുകളില്ലാത്തത് കൊണ്ട് അവ എടുത്തെടുക്കാൻ ആളില്ല. അങ്ങനെ ഒരു ശീലം നമുക്കില്ല. ഈ തവളകളെ സംരക്ഷിച്ചേ മതിയാവും. വെർജിൻ യൂണിവേഴ്സിറ്റിയിലാണ് തവളയെക്കുറിച്ച് കുറച്ച് പഠനമെങ്കിലും നടക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലും തവള നിരീക്ഷകരൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ തവള നിരീക്ഷണം മാത്രം പോരാ, സംരക്ഷണവും വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വെർജിൻ യൂണിവേഴ്സിറ്റിയിൽ ഈ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ അമേരിക്കയിലും ഇതുപോലുള്ള പിന്നെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവയൊക്കെ ചൂട് പിടിച്ചുകൊണ്ടും നമ്മളും അതുപോലെ തവളകളെ മാത്രമല്ല, ഒരു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവജാലങ്ങളുടെ കൂട്ടത്തെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ജീവജാലങ്ങളെ മറ്റ് സസ്യജാലങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു കൺസർവേഷൻ മാതൃക നമ്മൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. പല മാതൃകകളും നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ മൊത്തം സംരക്ഷിക്കുന്ന ഒരു കൺസർവേഷനാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു സിംഹവാലൻ കുരങ്ങിനെ കാണുന്നത് കൊണ്ട് ആവനം സംരക്ഷിക്കുക, സിംഹവാലിൻ്റെ പേരിൽ സംരക്ഷിക്കുക, അല്ലെങ്കിൽ കടുവകളെ കാണുന്നത് അവിടെ ടൈഗർ പ്രോജക്റ്റ് വളർത്തുക, അല്ലെങ്കിൽ എലിഫന്റ് പാത്ത് ഉള്ള സ്ഥലങ്ങളിൽ എലിഫന്റിനെ വളർത്തുക എന്നുള്ളതല്ല വേണ്ടത്. അത് ടോട്ടലായിട്ടുള്ള ഒരു കൺസർവേഷനാണ് നമുക്ക് വേണ്ടത്. ആ കൺസർവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബയോഡൈവേഴ്സിറ്റി നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗം ഈ കൺസർവേഷൻ തന്നെയാണ്. അത് കാടുകൾ മാത്രം സംരക്ഷിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ പുൽക്കൂടുകളും പുൽപ്രദേശങ്ങളും അതുപോലെ നമ്മുടെ കാവുകൾ നമുക്ക് മാതൃകയാക്കാൻ നമുക്ക് എവിടെയും വേണ്ട, ഒരു ലോകത്തും വേണ്ട. നമ്മുടെ കാവുകൾ, നമ്മുടെ ഓരോ ജില്ലകളിലും എടുത്തു നോക്കിയാൽ മാതൃകാപരമായ കാവുകൾ ഇന്നും സംരക്ഷിച്ചു പോകുന്നുണ്ട്. കുറേയൊക്കെ ഭക്തരുടെ പേരിൽ തന്നെയാണ് ആ കാവുകൾ ഇന്നും വെട്ടാതെ പോകുന്നത്. അപ്പോൾ ഭക്തിയൊന്നും മോശമെന്ന് പറയാൻ പറ്റില്ല. ഈ ഭക്തിയെല്ലാം ടോട്ടലി പ്രകൃതി സംരക്ഷണമാണ്. എവിടെയൊക്കെ ഭക്തിയുണ്ടോ അത് പ്രകൃതി സംരക്ഷണം തന്നെയാണ്. അതല്ലാത്തൊരു പ്രകൃതി ഒരു ഭക്തിയും നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റും അമ്മയെ എന്ന് വിളിക്കുന്നത് പോലെ പ്രകൃതി ദേവിയായ അമ്മയിൽ തന്നെ നമ്മൾ ലയിച്ചു ചേരണം. പ്രകൃതി ദേവിയായ അമ്മ തന്നെയാണ് നമുക്ക് ജീവിക്കാനുള്ള വസ്തുക്കൾ തരുന്നത്. ഏത് ഭൂഖണ്ഡത്തിൽ പോയാലും നമുക്ക് ഭക്ഷിക്കേണ്ട വെള്ളവും നമുക്ക് ഭക്ഷിക്കേണ്ട ആഹാരവും നമ്മുടെ വായും എല്ലാം സംരക്ഷിക്കുന്നത് ഈ പ്രകൃതി ദേവി തന്നെയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും അതിൽ വഹിക്കുന്ന പങ്കുകൾ, നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ ജീവികൾ വഹിക്കുന്ന പങ്ക് വളരെയേറെയാണ്. വിവേകശാലിയായ നാം ഇപ്പോഴും ഈ ചെറിയ ജീവികളെ കാണുന്നില്ല. അവയുടെ ധർമ്മം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മളിൽ ഓരോരുത്തരുടെയും കടമയായി മാറിയിരിക്കുകയാണ്. നമ്മൾ എന്തെല്ലാം ടെക്നോളജി കൊണ്ടുവന്നാലും നമ്മുടെ സ്ഥായിയായ ജലം, മണ്ണ്, വായു ഇവയൊന്നും സംരക്ഷിച്ചില്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല. എന്തെല്ലാം ടെക്നോളജി വന്നാലും ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ കഴിയില്ല. അത് പ്രകൃതിയിലെ മണ്ണിൽ നിന്ന് തന്നെ വേണം ലഭിക്കാൻ. 80% ഇന്ത്യയിലെ കർഷകർ മഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഇത്രയൊക്കെ ടെക്നോളജി വന്നിട്ടും ജലസേചന സൗകര്യങ്ങളൊക്കെ വന്നിട്ടും 80% കർഷകർ ഇപ്പോഴും മഴയെ ആശ്രയിച്ച് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മളെ ടെക്നോളജി വളർന്നിട്ട് അങ്ങേ തലയിലെത്തി എന്നൊന്നും പറയണ്ട.
ഇങ്ങനെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട ആൾക്കാർ തരുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കാൽച്ചുവട്ടിലുള്ള ഈ തവളകളെയും പാമ്പുകളെയും ഒച്ചുകളെയും അരണുകളെയും പൂമ്പാറ്റകളെയും എല്ലാം സംരക്ഷിച്ചിട്ടുള്ള ഒരു സംരക്ഷണമാണ് പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത്. 70 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ ജീവജാലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഒരു പഠനത്തിൽ മനസ്സിലാവുന്നത്. 70 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ പതാള തവളകളൊക്കെ ഇവയൊക്കെ ഭൂമിയുടെ അടിവശത്തിൽ താമസിക്കേണ്ടി വന്നതാണ്. എർത്ത് മൂവ്മെന്റ് കൊണ്ട് ഭൂമിക്ക് ഷെയ്ക്ക് വരിക അല്ലെങ്കിൽ ഭൂമി പിളരുക, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇവ ഭൂമിക്കടിയിൽ എത്തിപ്പെട്ടിട്ട് അവിടുത്തെ കാലാവസ്ഥയുമായി ഇഴുകിച്ചേർന്ന് അവിടെ ജീവിച്ചു എന്നാണ് പറയേണ്ടത്. അങ്ങനെയാണ് ഭൂഗർഭ തവളകൾ ഉണ്ടാകുന്നത്. പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന തവളകളെ പറ്റി പറഞ്ഞല്ലോ. അതിൽ വെള്ളത്തിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, അല്ലെങ്കിൽ അവയ്ക്ക് മറ്റൊരു മാർഗം തേടേണ്ടി വന്നു, ഭക്ഷണത്തിന് മാറ്റി മാർഗേണ്ടി വരുമ്പോഴാണ് കരയിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പൊ കരയിലും രക്ഷയില്ലായിട്ട് ടോപ്പിലേക്ക് പോവുകയാണ്. ഇനി അവിടെയും രക്ഷയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോഴേക്ക് മനുഷ്യന്റെ ജീവനും ഇവിടെ നിലനിൽപ്പില്ലാതായി വരും എന്നുള്ളത് ഓർക്കേണ്ട ഒരു ഘടകമാണ്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കേണ്ടതിൻ്റെ അത് കാടുകൾ സംരക്ഷിച്ചോളും, അല്ലെങ്കിൽ കാടുകളെ സംരക്ഷിച്ചാൽ കാടുകൾ നിലനിർത്തിക്കോളും എന്നുള്ളത് മിഥ്യാധാരണ മാറ്റണം. നമ്മുടെയൊക്കെ വീടിൻ്റെ പ്രദേശങ്ങളിൽ, നമ്മുടെയൊക്കെ ജീവിക്കുന്ന ഈ പ്രദേശങ്ങളുടെ പച്ചപ്പ് നിലനിർത്തുക തന്നെ വേണം. അവിടെയുള്ള ജലാശയങ്ങൾ, അവിടെയുള്ള ചതുപ്പുകൾ, ഇവയെല്ലാം ഈ വെസ്റ്റേൺ ഗഡ്സിൽ ഏറ്റവും വൈവിധ്യമാർന്ന ജീവജാലങ്ങളും സസ്യജാലങ്ങളെയും ഉണ്ടെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണ്. കേരളത്തിലേക്ക് കടന്നു വന്ന ഈ വെസ്റ്റേൺ ഗഡ്സിലാണ് മൊത്തം വെസ്റ്റേൺ ഗഡ്സിന്റെ ഏറ്റവും കൂടുതൽ ജീവജാലങ്ങൾ വളരുന്നത്. ഇത്രയും ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യമുള്ള ഒരു സ്ഥലം വേറെ എവിടെയുമില്ല. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നിടത്ത് തവളകളെ പറ്റി ഉഭയജീവിയാണെന്ന് മാത്രം പഠിപ്പിച്ചു. അന്ന് നമ്മളെ വീടിനുള്ളിൽ വരുന്ന തവളകളെ സംരക്ഷിക്കണമെന്നും, നമ്മളെ കുളിമുറിയിൽ വരുന്ന തവളകളെ സംരക്ഷിക്കണമെന്നും, നമ്മളെ ചെമ്പരത്തിന്റെ മുകളിലും നമ്മളെ പ്ലാവിന്റെ മുകളിലും നമ്മളെ മാവിന്റെ മുകളിലൊക്കെ പാറിപ്പോകുന്ന തവളകളെയൊക്കെ സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ചില്ല. പ്രകൃതി സംരക്ഷണം ചെറുപ്പത്തിലേ തുടങ്ങണം. ഇത് ടൈഗർ റിസർവ് അല്ലെങ്കിൽ എലിഫന്റ് റിസർവിനെ സംരക്ഷിക്കുക, അത് സംരക്ഷിച്ചാൽ മാത്രം ഈ ലോകം നിലനിൽക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ പരിസര പ്രദേശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കണം. 29% കേരളത്തിൽ വനമുണ്ടെന്ന് പറയുന്നു. 25% കേരളത്തിൽ വനം എന്ന് പറയാൻ പറ്റില്ല, ഇല്ല. സത്യത്തിൽ 33% എത്തിക്കേണ്ട വനഭൂമി ഇന്ന് 27 ആയി മാറിയിരിക്കുകയാണ്. 29 എന്നുള്ള 27, 28, 26 മാറിയിരിക്കുകയാണ്. അപ്പോൾ വന്യജീവികളുടെ സെൻസസ് എടുത്തു നോക്കിയാലും അവയുടെ വർധനവൊന്നും പ്രകടമായിട്ട് കാണുന്നില്ല. നമ്മൾ കാണുന്ന കാട്ടുപന്നിയുടെയും കുറുക്കൻ്റെയൊക്കെ അല്ലെങ്കിൽ മുള്ളമ്പന്നിയുടെയൊക്കെ വർധനവും മയിലിൻ്റെയൊക്കെ വർധനവും നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. മറ്റ് അനേകം പേരുകൾ പറയാത്ത എത്രയോ ജീവജാലങ്ങൾ കാട്ടിലുണ്ട്. അവയൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തവളകൾ സംരക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.